തമിഴ്, തങ്കമീങ്കൾ, തരമണി, പേരൻപ്. ഈ 4 സിനിമകൾ മതി റാം എന്ന സംവിധായകന്റെ കട്ട ആരാധികയാകാൻ. 2007 മുതൽ 2025 വരെ എടുക്കുകയാണെങ്കിൽ വെറും 4 സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ 4 സിനിമകൾ മതി ഒരു 40 സിനിമയുടെ ഫീല് നമുക്ക് കിട്ടും. ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ ഇമോഷൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇമോഷൻസ് വെച്ചിട്ടാണ് അദ്ദേഹം സിനിമ ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കാട്ര തമിഴാണ്. അതും ആദ്യ മൂവി. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ജീവയാണ്. ഇതിലെ ഓരോ ഇമോഷൻസ് ഉണ്ട്. അതായത് അച്ഛൻ മകൻ ബന്ധമായാലും പിന്നെ അഞ്ജലി ആയിട്ടുള്ള ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണെങ്കിലും നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല, അത്രയും ഡെപ്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഈ അച്ഛൻ മകൾ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ഭയങ്കര പ്യുവർ ആയിട്ടുള്ളൊരു ബന്ധം നമുക്ക് കാണാൻ പറ്റും. പല തലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലും. ഇപ്പം പേരൻപിലാണെങ്കിൽ ഭയങ്കര പ്യുവർ ആയിട്ടൊരു അച്ഛൻ മകൾ ബന്ധം കാണിക്കുന്നുണ്ട്. മറ്റൊരു തരത്തിൽ തരമണിയിൽ ഇത് വരുന്നുണ്ട്. ഇമോഷൻസ്, ബന്ധങ്ങൾ, സോഷ്യൽ ഇഷ്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ മൂവീസിൽ നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രേക്ഷകരെ ഇതിലേക്ക് വലിച്ചെഴുപ്പിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ കഥാരീതി. നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് തുടങ്ങിയ അനവധി അവാർഡുകൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഒരു അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകനായിട്ട് എനിക്ക് പലപ്പോഴും തോന്നും. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു 7 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മൂവി വരാൻ പോവാം. 7 കടൽ 7 മല, നമ്മുടെ നിവിൻ പോളി അഭിനയിക്കുന്നത്. ഞാൻ ആ പടത്തിന് വേണ്ടി കട്ട വെയിറ്റ് ചെയ്യണം. ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടുവരും. ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക.